ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു അധ്യായമാണ്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ നമ്മൾ പഠിക്കുന്നത് മധ്യകാലത്തിൽ യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പരിവർത്തനത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ആധുനിക കാലത്തിൻ്റെ ആവിർഭാവത്തിന് നവോത്ഥാനം വിവിധ രംഗങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ, വ്യാവസായ വിപ്ലവം എന്നിവയെക്കുറിച്ച് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകം തുറന്നോ. എന്താണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്? യൂറോപ്പ് പരിവർത്തന പാതയിൽ. യൂറോപ്പിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പഠന നേട്ടങ്ങളെക്കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ആവിർഭാവത്തിന് വിവിധ സാഹചര്യങ്ങൾ വഴിതെളിച്ചതായിട്ട് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നു. രണ്ടാമതായിട്ട് മാനവികതയും അന്വേഷണത്വരയും ലോകജനതയിൽ വളർന്നു വരുവാൻ നവോത്ഥാനം വലിയ പങ്ക് വഹിച്ചുവെന്നും നമ്മൾ ഇതിലൂടെ പഠിക്കും. മൂന്നാമത്തേത് നവോത്ഥാനം പല മേഖലകളിൽ സ്വാധീനം ചെലുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെ മേഖലകളാണ്? പ്രധാനമായിട്ടും ശാസ്ത്രത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ, ഇവയിലൊക്കെ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. നാലാമത്തേത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച വ്യാവസായ വിപ്ലവത്തിന് കാരണമായെന്നും നമ്മൾ വിലയിരുത്തും. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടു അല്ലേ? ഒത്തിരി കൂട്ടുകാർക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ അറിയാവോ? നമ്മളിതിൽ എന്തൊക്കെയാണ് കണ്ടത്? സാഹിത്യകാരന്മാരെ കണ്ടു, കലാകാരന്മാരെ കണ്ടു, ശാസ്ത്രജ്ഞന്മാരെ കണ്ടു അല്ലേ? അവയുടെ സൃഷ്ടികളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇപ്പോഴൊരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് നമ്മളിതാ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കൂട്ടുകാർ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. ചരിത്രം എന്ന് പറയുന്നത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ നമുക്ക് രസകരമായിട്ടുള്ള കഥകളിലൂടെയൊക്കെ ഈ പാഠങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ അവസാനം വരെ വീഡിയോസൊക്കെ കൂട്ടുകാർ കാണുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ? എന്താണ് ഈ ചിത്രം? ആർക്കെങ്കിലും അറിയാവോ? തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ? ഹഗിയ സോഫിയയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു ചരിത്ര സ്മാരകമാണ്. സ്മാരകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹലാണല്ലേ? ഇതുപോലെ ചരിത്രമുറങ്ങുന്ന മറ്റൊരു ചരിത്ര സ്മാരകമാണ് ഹഗിയ സോഫിയ. അപ്പോൾ ഹഗിയ സോഫിയയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങൾ ഒന്നാണിത്. AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായിട്ട് ഇത് നിലനിന്ന് വരുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ട്. അപ്പോൾ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്
ലോക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദാ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ആ ഭൂപടത്തിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ കാണുന്നത്? യൂറോപ്പ്, കരിങ്കടൽ, ഏഷ്യ, മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മധ്യഭാഗത്തായിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം. നിങ്ങൾ കണ്ടോ? അതെ, ദാ ഇവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോക ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ? 3 സവിശേഷതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. രണ്ടാമത്തേത്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മൾ ഭൂപടത്തിൽ തന്നെ കണ്ടോ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം? യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ പഠിച്ചല്ലോ. അടുത്ത് നോക്കാം. 1453 തുർക്കികളായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം അവിടെ തകർന്നു വീണു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും, നമ്മൾ പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടുന്ന നിരവധി ആളുകൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ മാറി താമസിക്കാനായിട്ട് ആരംഭിച്ചു. അവരിൽ വലിയൊരു വിഭാഗം കുടിയേറി പാർത്തത് അല്ലെങ്കിൽ പലായനം ചെയ്തെത്തപ്പെട്ടത് ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളിൽ കുടിയേറി പാർക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. തങ്ങളുടെ സംസ്കാരം ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾ അവിടേക്ക് കുടിയേറി. രണ്ടാമതായി, ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾ ഊന്നൽ കൊടുത്തിരുന്ന ഒന്നായിരുന്നു കല, സാഹിത്യം, സാംസ്കാരികം എന്നിവ. അപ്പോൾ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് അവരെ അവിടേക്ക് കൂടുതലായിട്ട് ആകർഷിപ്പിച്ചു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇറ്റാലിയൻ നഗരവാസികൾ ചരിത്ര പൈതൃകങ്ങൾ സൂക്ഷിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവരായിരുന്നു. അതും കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങളെ അവിടേക്ക് പലായനം ചെയ്യാൻ ആകർഷിക്കപ്പെട്ടു. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിലേക്ക് പലായനം ചെയ്ത് എത്തപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിളിലെ പണ്ഡിതന്മാർക്ക് ഒത്തിരി പഠിക്കാനും അവയെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിക്കാനുമൊക്കെയുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തത്. ഇനി നോക്കാം, എന്താണ് നവോത്ഥാനം? മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ അഥവാ ലത്തീൻ, ഗ്രീക്ക് എന്നീ ഭാഷകളിലായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായിട്ട് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷകളിലായിരുന്നു കൃതികളൊക്കെ രചിച്ചിരുന്നത്. എന്നാൽ 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായതോടുകൂടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലും കൃതികളൊക്കെ രചിക്കാനായിട്ട് തുടങ്ങി. ഈ കൃതികളുടെയൊക്കെ ഉള്ളടക്കമെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതം കൃതികളിൽ പ്രതിപാദ്യമായതോടുകൂടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ മാറാനിടയായി. ഇതേ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ് മാനവികത? മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്.
ഇനി അടുത്ത് നോക്കാം, എന്താണ് നവോത്ഥാനം? പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. എന്നാൽ ഇത് യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് കാരണമായി. മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഏതിലൂടെയാണ്? മാനവികതയിലൂടെ. ഇത്തരത്തിൽ മാനവികതയിൽ അല്ലെങ്കിൽ മനുഷ്യരിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ അറിയാമല്ലേ? ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ ഒട്ടനവധി നവോത്ഥാന വീരന്മാരെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇറ്റലിയിൽ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒത്തിരി ശാസ്ത്രജ്ഞന്മാരും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നവോത്ഥാനം ഉണ്ടായത് 3 മേഖലകളിലായിരുന്നു. ആ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായി നവോത്ഥാനം സാഹിത്യത്തിൽ ഉണ്ടായി, രണ്ടാമതായി നവോത്ഥാനം കലയിൽ, മൂന്നാമതായി നവോത്ഥാനം ശാസ്ത്രത്തിൽ. ഈ 3 കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നവോത്ഥാനം സാഹിത്യത്തിൽ നമുക്ക് നോക്കാം. അതിനു മുൻപായി അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യമുണ്ട്. യൂറോപ്പിൽ മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുക. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി തീർന്നു. മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് യൂറോപ്പിൽ മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായി തീർന്നു. കൂടാതെ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകൾക്ക് പകരം സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയതും മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായി. നോക്കാം, നവോത്ഥാനം പല മേഖലകളെ സ്വാധീനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ മേഖലകളെയാണ് സ്വാധീനിച്ചതെന്ന് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന്, നവോത്ഥാനം സാഹിത്യത്തിൽ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? തൊട്ട് താഴെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്, പെട്രാർക്ക്. ആരാണ്? പെട്രാർക്കാണ്. നവോത്ഥാന കാലത്തെ സാഹിത്യ കലാകാരന്മാരിൽ പ്രമുഖനായിരുന്ന വ്യക്തിയായിരുന്നു പെട്രാർക്ക്. AD 1304 ജനിക്കുകയും 1374 മരണമടയുകയും ചെയ്തു. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നാണ് വിളിക്കുന്നത്. ഇറ്റലിയിലെ നവോത്ഥാന പിതാവാരെന്ന് ചോദിച്ചാൽ അത് പെട്രാർക്കാണ്. പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് സീക്രട്ട. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. പെട്രാർക്ക് മാത്രമായിരുന്നില്ല, ആ കാലഘട്ടത്തിലെ ഒത്തിരി സാഹിത്യകാരന്മാർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ താഴെ കാണുന്നത്. ഒന്നാമത്തെ ചിത്രം നോക്കൂ, ആരാണത്? ദാന്തെ. ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ദാന്തെയാണ്. രണ്ടാമത്തെ ചിത്രം നോക്കൂ, ബൊക്കാച്ചിയോ. ഡെക്കാമറൻ കഥകൾ രചിച്ചത് ഇദ്ദേഹമാണ്. മൂന്നാമത്തെ വ്യക്തി സെർവാന്തെ. ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സെർവാന്തെ ആയിരുന്നു. മൂന്നാമത്തെ ആളാണ് ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഹോളി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഇറാസ്മസ് ആണ്. സാഹിത്യത്തിൽ നവോത്ഥാനത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ പട്ടിക പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നവോത്ഥാന വീരന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ പേരുകളും അവരുടെ പുസ്തകങ്ങളും നമുക്കിവിടെയുള്ള പട്ടികയിൽ പൂർത്തിയാക്കണം. അപ്പോൾ ഓരോന്നായിട്ട് കൂട്ടുകാർ പറഞ്ഞോളൂ. പെട്രാർക്ക് ഏതാണ്? സീക്രട്ടമാണ്. ദാന്തെ രചിച്ച പുസ്തകത്തിൻ്റെ പേര് ഡിവൈൻ കോമഡിയാണ്. ബൊക്കാച്ചിയോ രചിച്ച പുസ്തകം ഡെക്കാമറൻ കഥകളാണ്. സെർവാന്തയുടെ പുസ്തകം ഏതാണ്? ഡോൺ കിക്സോട്ടാണ്. ഇറാസ്മസിൻ്റെയോ ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കുക. അടുത്ത രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാനം കലയിൽ. നവോത്ഥാനം കലയിൽ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തിയതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കൂ, നമ്മൾ ചിത്രങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഒരുപാട് ചിത്രം വരയ്ക്കാനും ചിത്രങ്ങളെയൊക്കെ ആസ്വദിക്കാനൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം നേടിയത് ചിത്രകലയായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ. അപ്പോൾ ശ്രദ്ധേയനായ ചിത്രകാരൻ്റെ പേരെന്താണ്? ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ, അവസാനത്തെ അത്താഴം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ നമുക്ക് 2 ചിത്രങ്ങൾ കണ്ടു നോക്കാം. നോക്കൂ, ചിത്രം കണ്ടോ?
മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി എക്കാലത്തും ചർച്ചാവിഷയമായ ഒന്നായിരുന്നു. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് ആരുടെ സൃഷ്ടിയാണെങ്കിലും ചിത്രത്തിനോട് ഒരു ആരാധന തോന്നുന്നുണ്ടല്ലേ. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ചിത്രം അവസാനത്തെ അത്താഴം. ഇതും വരച്ചതും ആരായിരുന്നു? ലിയാനാർഡോ ഡാവിഞ്ചി തന്നെയായിരുന്നു. ഒത്തിരി ചരിത്ര സംഭവങ്ങളും പൊരുളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമാണ് അവസാനത്തെ അത്താഴം. ഈ ചിത്രവും നമുക്ക് പരിചിതമാണ്, എന്നാൽ ലിയാനാർഡോ ഡാവിഞ്ചിയെ മാത്രം നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ രണ്ട് ചിത്രങ്ങളും ആരുടേതാണെന്ന് ഓർത്തിരിക്കുക. നവോത്ഥാന കാലത്തെ പ്രധാന ചിത്രകാരന്മാരുടെ അവരുടെ സൃഷ്ടികളെയും കുറിച്ച് നമ്മളിവിടെ കുറേ ചിത്രങ്ങൾ ഇനി കാണാനായിട്ട് പോവുകയാണ്. നോക്കാം. ആദ്യമായിട്ട് മൊണാലിസയെ തന്നെ. നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ചിത്രം കണ്ടോ? ചെറിയൊരു പുഞ്ചിരിയുണ്ടല്ലേ. കണ്ണുകളിൽ എന്താണ്? നിഗൂഢതയും ഒളിഞ്ഞിരിപ്പുണ്ട്. ലിയാനാർഡോ ഡാവിഞ്ചി എന്ന പ്രശസ്തനായ നവോത്ഥാന ചിത്രകാരൻ AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിലാണ് ഇന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാരീസിൽ നമ്മുടെ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊണാലിസയുടെ ചിത്രം കാണാനായിട്ട് കഴിയും. അടുത്ത് നോക്കൂ, നമ്മൾ പറഞ്ഞതുപോലെ അവസാനത്തെ അത്താഴം. ഇത് വരച്ചതും ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. അടുത്ത് നോക്കൂ, മൈക്കൽ ആഞ്ചലോയുടെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഏതാണത്? അന്ത്യവിധിയാണ്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യവിധിയെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മൈക്കൽ ആഞ്ചലോയുടേത്. ചിത്രകലയിൽ ഒത്തിരി സ്വാധീനം നേടിക്കൊടുത്ത ഒരു ചിത്രമാണ് അന്ത്യവിധി, മൈക്കൽ ആഞ്ചലോയുടേത്. അടുത്തൊരു ചിത്രം കണ്ടു, റാഫേലിൻ്റെ ഏതൻസിലെ വിദ്യാലയം. അപ്പോൾ ചിത്രകലയിൽ മാത്രമല്ല, കലയിൽ മറ്റ് കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടായത്. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം, ഈ മേഖലകളിലും പല പല സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെ നമുക്ക് നോക്കാം. അവരുടെ സൃഷ്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, ലോറൻസോ ഗിബർട്ടി. ആദ്യത്തെ ആളാരാണ്? ലോറൻസോ ഗിബർട്ടിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശില്പവിദ്യ നോക്കൂ, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിൽ ചെയ്തിരിക്കുന്ന വാസ്തുവിദ്യയും ശില്പവിദ്യയുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം, ഡൊണാറ്റെല്ലോ ഗെട്ടാമെലീത്ത അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽപ്പെടുന്നതാണ്. അപ്പോൾ നവോത്ഥാന കലാകാരന്മാരുടെയും അവരുടെ സൃഷ്ടികളെയും മേഖലയും കുറിച്ച് നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. പട്ടികയിൽ പല മേഖലകളും വിട്ടുപോയിട്ടുണ്ട്, നമുക്കവയെ പൂരിപ്പിക്കാം. ഒന്നാമത്തേത് കൊടുത്തിട്ടുണ്ട് ലോറൻസോ ഗിബർട്ടി. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വാതിലാണ് ചെയ്തിരിക്കുന്നത്. വാതിലാണ് സൃഷ്ടി എന്ന് പറയുന്നത്, വാസ്തുവിദ്യയാണ്. രണ്ടാമത്തത് ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. നമുക്കറിയാം, അവസാനത്തെ അത്താഴം ശില്പവിദ്യ. അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധി, അതും ശില്പവിദ്യയാണ്. അതുപോലെ തന്നെ റാഫേലിൻ്റെ ഏഥൻസിലെ വിദ്യാലയവും ശില്പവിദ്യയിൽ പെടുന്നതാണ്. ഡൊണാറ്റെലോയുടെ ഗെട്ടാമെലീത്ത, ഇത് ചിത്രകലയിൽ പെടുന്നതുമാണ്. ഇനി നമ്മൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്, നവോത്ഥാനം ശാസ്ത്രത്തിൽ. ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? സൗരയൂഥമാണ് അല്ലേ. സൂര്യനും ഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന സൗരയൂഥത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുവെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നില്ല മനുഷ്യരുടെ വിശ്വാസം. ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഈ ആശയം തെറ്റാണെന്നും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നു. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നറിയാമോ? കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്തു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കണ്ടുപിടുത്തം കൂടെ ഈ ഒരു സിദ്ധാന്തത്തെ ശരിവയ്ക്കുകയും തെളിവോടെ കാണിക്കുകയും ചെയ്തു. അതാരാണെന്നറിയാമോ? ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പ് വികസിപ്പിച്ചെടുക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് മാത്രമായിരുന്നില്ല, ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കാനും തുടങ്ങി. അപ്പോൾ നമ്മളൊരു കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളിലെത്തുന്നതിന് ഇപ്പോൾ
നിലവിൽ ഒത്തിരി മാധ്യമങ്ങളുണ്ടല്ലേ. നമുക്ക് യൂട്യൂബുകൾ, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അവയെ പ്രചരിപ്പിക്കാം. എന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന 13-ാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ചെടുത്ത ഒരു യന്ത്രമായിരുന്നു അച്ചടി യന്ത്രം. ഇത് ജനങ്ങളിൽ ആശയങ്ങൾ എത്തിക്കാൻ, അല്ലെങ്കിൽ നവോത്ഥാന ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വളരെയധികം സ്വാധീനം ചെലുത്തി. ഇവിടെ ഒരു ചിത്രം കണ്ടോ? എന്താണിത്? ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രമാണ്. പഴയ കാലത്തെ ഒരു ഓർമ്മ കൂടിയാണ് ജൊഹാൻസ് ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം. ഇന്ന് ഇത്രയും വലിപ്പത്തിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ നമുക്ക് അച്ചടി യന്ത്രങ്ങളെയൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ അച്ചടി യന്ത്രത്തിന് ഒരു പിൽക്കാല ചരിത്രമുണ്ട്. അത് നമുക്ക് നോക്കാം. നവോത്ഥാന 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം ആദ്യമായിട്ട് അദ്ദേഹം നിർമ്മിക്കുന്നത്. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തന്നെ തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഗുട്ടൻബർഗിൻ്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നവോത്ഥാനം ശാസ്ത്രരംഗത്തെ സ്വാധീനിച്ചത് എങ്ങനെയൊക്കെയാണെന്ന്. ശാസ്ത്രരംഗത്തെ സ്വാധീനിച്ചതിൽ വലിയ പങ്ക് വഹിച്ചതായിരുന്നു ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം. അത് മനുഷ്യരിലേക്ക് വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം വലിയൊരു സംഭാവന നൽകുകയുണ്ടായി. അപ്പോൾ നവോത്ഥാനം മാത്രമായിരുന്നില്ല 13-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ നവോത്ഥാന ആശയങ്ങൾ കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും മാത്രം ഒതുങ്ങി നിന്നില്ല. ഇത് മതനവീകരണങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി. നോക്കാം, നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് മതനവീകരണം? 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണത്തെയാണ് മതനവീകരണം എന്ന് പറയുന്നത്. ജർമ്മനിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരാളാണ് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത്. ആരാണെന്നറിയാമോ? ചിത്രം നോക്കൂ, മാർട്ടിൻ ലൂഥർ. ആരായിരുന്നു മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത്? മാർട്ടിൻ ലൂഥർ ആയിരുന്നു. ആരംഭിച്ചത് ജർമ്മനിയിലായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം, ഇതവിടെ കൊണ്ട് മാത്രം ഒതുങ്ങിയില്ല. സമുദ്രമാർഗങ്ങൾ തേടി ഒരു യാത്രയുമായി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ പിടിച്ചടക്കിയത് നമ്മൾ പഠിച്ചു. ആദ്യത്തിൽ നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചു അല്ലേ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഒത്തിരി വ്യാപാരികളും വ്യാപാര ബന്ധങ്ങളും നിലനിന്നിരുന്നു. ഇതിന് ഉലച്ചിൽ തട്ടുവാനിടയായി. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. അതായത് യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരാൻ ഒരേ ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഇത് തുർക്കികൾ പിടിച്ചടക്കിയപ്പോൾ അതുവഴിയുള്ള അവരുടെ വരവിന് കോട്ടം തട്ടി. അപ്പോൾ പുതിയ വാണിജ്യ മാർഗങ്ങൾ, അതായത് പുതിയ ഗതാഗത മാർഗങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ അവർ നിർബന്ധിതരായി. അങ്ങനെയായിരുന്നു അവർ വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യം പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. അങ്ങനെയായിരുന്നു സമുദ്രമാർഗങ്ങളിലൂടെ യാത്ര ചെയ്യാമെന്നുള്ള പുതിയ സഞ്ചാരമാർഗങ്ങളെ അവർ കണ്ടെത്താനായിട്ട് തുടങ്ങിയത്. നമ്മൾ പഠിച്ചു നവോത്ഥാനം ശാസ്ത്രരംഗത്ത് വലിയൊരു പുരോഗതി ഉണ്ടാക്കി അല്ലേ. ഈ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറഞ്ഞു. ഏതാണ് ആ കണ്ടുപിടുത്തം? അച്ചടി യന്ത്രമാണ് അല്ലേ. ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം നമ്മൾ
പഠിച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റനവധി യന്ത്രങ്ങളുടെ കടന്നുവരവിന് വ്യാവസായ വിപ്ലവം കാരണമായി തീർന്നു. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഒരു മനുഷ്യൻ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിൽ അധികം 100 ഇരട്ടി ഒരു മനുഷ്യൻ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്നതിലും കൂടുതൽ യന്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതാണ് ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇത് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് വ്യവസായ വിപ്ലവം എന്നാണ്. വ്യവസായ വിപ്ലവം എന്താണ്? നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി, അല്ലേ? യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. നവോത്ഥാന കാലത്ത് വ്യവസായ വിപ്ലവം വലിയ മാറ്റങ്ങളാണ് വാണിജ്യ രംഗത്ത് ഉണ്ടാക്കിയത്. ഇപ്പോൾ വ്യവസായ വിപ്ലവ കാലത്ത് കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു വ്യവസായ വിപ്ലവ കാലത്ത് പുതിയ പുതിയ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നല്ലേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കൂ, ചിത്രം കണ്ടോ? സ്പിന്നിങ് ജെന്നി. രണ്ടാമത്തത് ആവിയന്ത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളെയും അവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെയും കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. രണ്ടാമത്തേത് സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത്. അടുത്ത ആവിയന്ത്രം, അത് നമുക്കറിയാം, ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്. ഇനി നാലാമത്തേത് ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്നത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ഇപ്പോൾ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതൊന്ന് ഓർത്തു നോക്കാം. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. മാനവികത നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നവോത്ഥാനം സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് പഠിച്ചു. കടൽ വഴിയുള്ള കച്ചവട പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേർന്നു എന്ന് നമ്മൾ പഠിച്ചു. വ്യവസായ വിപ്ലവം ഉൽപാദന രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾ ഇറ്റാലിയൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള കാരണങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് നവോത്ഥാനം എന്തെന്നായിരുന്നു. നവോത്ഥാനം സാഹിത്യം, കലാശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ ചെലുത്തിയ സ്വാധീനം എന്തെന്ന് ചോദ്യങ്ങൾ വരാം, അത് പഠിക്കുക. പിന്നെ ഇതിൽ തന്നിരിക്കുന്ന പട്ടികകളൊക്കെ നന്നായി ഓർത്തിരിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നവോത്ഥാനത്തിൻ്റെ സവിശേഷതയായ മാനവികത, സാഹിത്യം, കലാശാസ്ത്രം എന്നീ രംഗങ്ങളിൽ ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക. അപ്പോൾ മാനവികത എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ പറയാം. മതകേന്ദ്രീകൃതമായിരുന്ന സാഹിത്യകൃതികളുടെയും കലാസൃഷ്ടികളുടെയും സ്ഥാനത്ത് മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രമേയമായും കൃതികളും കലാസൃഷ്ടികളും രൂപം കൊണ്ടു. ഇവയാണ് മാനവികത എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല നവോത്ഥാനം സാഹിത്യം, കലാശാസ്ത്രം എന്നീ മേഖലകളിലും വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. സാഹിത്യത്തിലൂടെ അനവധി കൃതികൾ ജനങ്ങളിലേക്ക് എത്തപ്പെടുകയും അത് വലിയ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കലാരംഗത്തെ നവോത്ഥാനവും വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പ്രശസ്ത കലാകാരന്മാരെക്കുറിച്ചും അവയുടെ സൃഷ്ടികളെക്കുറിച്ചും ചിത്രകല, വാസ്തുകല, ശില്പകല എന്നിവയെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് ശാസ്ത്രം. സൗരയൂഥ സിദ്ധാന്തത്തെ ശരിവെച്ചുകൊണ്ട് ടെലിസ്കോപ്പിൻ്റെ കടന്നുവരവ് ശാസ്ത്രരംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാനായിട്ട്
ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രവും ശാസ്ത്രരംഗത്ത് നവോത്ഥാനത്തിന് ചെലുത്തിയ വലിയൊരു സ്വാധീനമാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കൂട്ടുകാർ, പട്ടികപ്പെടുത്തുക. പുതിയ സമുദ്ര സഞ്ചാര മാർഗങ്ങളെ അവ കണ്ടെത്തിയവരെയും നമുക്ക് പട്ടികപ്പെടുത്തണം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നവോത്ഥാന കാലത്തെ പ്രധാന കലാകാരന്മാരുടെ പേരുകളും അവരുടെ സൃഷ്ടികളും ചുവടെ പട്ടികയിൽ തന്നിട്ടുണ്ട്. എ കോളത്തിന് അനുയോജ്യമായവ ബിയിൽ നിന്ന് എടുത്ത് ക്രമത്തിൽ നമുക്ക് എഴുതണം. നോക്കൂ, മൊണാലിസ നമ്മൾ പഠിച്ചു. ആരാണ്? ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. രണ്ടാമത്തേത് അന്ത്യവിധി. ഇതാരാണ് വരച്ചത്? മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടിയായിരുന്നു അന്ത്യവിധി. ഏതൻസിലെ വിദ്യാലയം റാഫേലാണ് വരച്ചത്. അടുത്ത് നോക്കൂ, ഗെട്ടാമെലീത്ത ഡൊണാറ്റെലോയുടെ സൃഷ്ടിയായിരുന്നു. ഇനി നമുക്കൊരു തുടർ പ്രവർത്തനമുണ്ട്, നമുക്കത് കാണാം. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് കുറിപ്പുകളോടെ ആൽബം തയ്യാറാക്കുക. ഈ ആൽബം വീഡിയോയോടൊപ്പം തുടർ പ്രവർത്തനം വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിനോടൊപ്പം അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നമുക്കത് കാണാം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും പാഠമൊക്കെ ഇഷ്ടമായോ? അപ്പോൾ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ചാപ്റ്ററിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്